പി.സി. ജോർജ് ചെയർമാനായ കേരള ജനപക്ഷം പാർട്ടി പിളർപ്പിലേക്ക്. മുതിർന്ന ഭാരവാഹികൾ കൂട്ടുരാജി നൽകിയതോടെയാണ് 2 വർഷത്തോളം പ്രായമുള്ള ജനപക്ഷം പിളർപ്പിലേക്ക് നീങ്ങുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സജാദ് റബ്ബാനി ചാലയിലിന്റെയും അഡ്വക്കേറ്റ് മനോജ് സി നായരുടെയും നേതൃത്വത്തിലാണ് ജനപക്ഷം നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിട്ടത്. സംസ്ഥാന നേതാക്കൾക്ക് പുറമെ ജില്ലാ നിയോജക മണ്ഡലം നേതാക്കളും പ്രവർത്തകരും രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു. പി.സി. ജോർജിന്റെ അടിക്കടിയുള്ള നിലപാട് മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജനപക്ഷം നേതാക്കളെ പ്രകോപിപ്പിച്ചതെന്നാണ് വിവരം. പാർട്ടിയിലെ അച്ചടക്കരാഹിത്യത്തിലും നേതൃത്വത്തിന്റെ നിരുത്തരവാദിത്വപരമായ അഭിപ്രായ പ്രകടനങ്ങളിലും മനം മടുത്താണ് പാർട്ടി വിടുന്നതെന്ന് രാജിവെച്ചവർ പറഞ്ഞു. അതേസമയം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സക്കീർ ജോർജ് ബി.ജെ.പി. ബന്ധം സ്ഥാപിച്ചതിൽ പ്രതിഷേധിച്ച് നേരത്തെ തന്നെ പാർട്ടി വിട്ടിരുന്നു. പാർട്ടി വിട്ടവർ എങ്ങോട്ടെന്ന് വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. പി.സി. ജോർജിന്റെ ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ച് കേരള ജനപക്ഷം പാർട്ടിയിൽ നിന്നും രാജിവെച്ച 2 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ INL-ൽ ചേർന്നു. ജനപക്ഷം ജനറൽ സെക്രട്ടറിമാരായ സജാദ് റബ്ബാനി, മനോജ് സി നായർ എന്നിവരാണ് ഇന്ത്യൻ നാഷണൽ ലീഗിൽ ചേർന്നത്. ജനപക്ഷം എറണാകുളം ജില്ലാ സെക്രട്ടറി KM ജോർജ്, ജില്ലാ ഭാരവാഹി വിപിൻ ജോർജ് വൈപ്പിൻ എന്നിവരും INL-ൽ ചേർന്നിട്ടുണ്ട്. പി.സി. ജോർജിന്റെ ഏകാധിപത്യ പ്രവണതയിലും രാഷ്ട്രീയ ചാഞ്ചാട്ടത്തിലും പ്രതിഷേധിച്ചാണ് രാജിയെന്ന് INL നേതാക്കൾക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സജാദ് റബ്ബാനിയും മനോജും പറഞ്ഞിരുന്നു. കോർ കമ്മിറ്റിയുമായി കൂടിയാലോചിക്കാതെയാണ് പി.സി. ജോർജ് തീരുമാനമെടുക്കുന്നത്. കൂടാതെ പാർട്ടിക്കകത്തെ അച്ചടക്കരാഹിത്യത്തിലും മനം മടുത്താണ് INL-ൽ ചേരാൻ തീരുമാനിച്ചതെന്ന് ഇവർ പറഞ്ഞു. അതേസമയം PTA റഹീം MLA-യുടെ നാഷണൽ സെക്യുലർ കോൺഫറൻസുമായുള്ള ലയനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകുമെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.